എല്ലാവർക്കും നമസ്കാരം. +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അക്കൗണ്ടൻസി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഇൻ കൊമേഴ്സ് സ്ട്രീം ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഓൾ പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ACCA, കമ്പനി സെക്രട്ടറിഷിപ്പ് പോലെയുള്ള എല്ലാ കോഴ്സുകളുടെയും ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റായിട്ട് വരുന്നത് അക്കൗണ്ടൻസിയാണ്. ഇന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് അക്കൗണ്ടൻ്റ് എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസിൽ മാത്രമായിരിക്കും. ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്ഷൻ ഫീൽഡായിരിക്കാം. പക്ഷേ ഒരു അക്കൗണ്ടൻറ്റ്, അത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു അക്കൗണ്ടൻ്റ് ആവശ്യം ഉണ്ടായിരിക്കും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അക്കൗണ്ടൻറ്റ് ജോലി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സബ്ജക്റ്റാണ്. കൊമേഴ്സിലെ എല്ലാ സബ്ജക്റ്റുകളും ഇൻട്രസ്റ്റിംഗ് ആണ്. എസ്പെഷ്യലി അക്കൗണ്ടൻസി ഒരു ലോജിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അനലിറ്റിക്കലായിട്ടൊക്കെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് നെയിം ലൈക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടൻസിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ ഒരു സബ്ജക്റ്റിൽ. ആദ്യത്തെ 1-2 ചാപ്റ്ററുകൾ നിങ്ങളുടെ മുന്നിലേക്ക്, ഈ ഒരു 10 വരെ നമ്മൾ പഠിക്കാത്തൊരു സബ്ജക്റ്റാണല്ലോ. അങ്ങനെ ആ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സബ്ജക്റ്റിൻ്റെ തുടക്കമാണ്. സത്യത്തിൽ ഇതൊരു പ്രോബ്ലം പേപ്പർ കൂടിയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മാത്തമാറ്റിക്സ്. മാത്സിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് വേണ്ട സിമ്പിൾ അരിത്മെറ്റിക്സ് മാത്രമേ, കൂട്ടാനും കുറയ്ക്കാനും അഡീഷൻസ് മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ അറിയേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ. മാത്സ് അറിയില്ല. ചില ആളുകൾ പറയുന്നത് ഞാൻ മാത്സ് വീക്കാണ്, അതുകൊണ്ടൊക്കെ അക്കൗണ്ടൻസി ബുദ്ധിമുട്ടാവോ, അങ്ങനെയൊന്നും ഇതിൽ ഒരു സാധ്യത ഇതിലില്ല എന്ന് തന്നെ പ്രത്യേകിച്ച് തുടക്കത്തിലേ പറയട്ടെ. ബിക്കോസ് ഇറ്റ്സ് എൻറ്റയർലി എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആൻഡ് മോർ ഓവർ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക്. സോ ദിസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ഫോർ +1 അക്കൗണ്ടിങ്, SCERT ടെക്സ്റ്റ് ബുക്ക്. You can either buy it from your school store or you can download it from the SCERT website, and its link is given in the description. You can download it from there. So the first chapter, it is named like Introduction to Accounting. ഈ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഈ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സൈഡിൽ മാത്രമാണ്. ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ തന്നെ നമ്മൾ ഒരു ക്ലാസ്സിൽ കൂടുതൽ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അക്കൗണ്ടിങ് എന്താണെന്ന് വളരെ സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൻ്റെ, പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരുപാട് ഇടപാടുകളുണ്ടാവും. ഈ ട്രാൻസാക്ഷൻസ് എന്നാണ് നമ്മളതിന് പറയാം. ഇടപാടുകൾ എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പർച്ചേസസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, സാലറി കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ഒരുപാട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തെയാണ് അക്കൗണ്ടിങ് എന്ന് സിമ്പിൾ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു അർത്ഥത്തിൽ, മറ്റൊരു ആംഗിൾ അക്കൗണ്ടിങ്ങിനെ പറയുന്നത്, അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാത്തമാറ്റിക്സ് ഈസ് കൺസിഡേർഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് സയൻസ്. സയൻസിലെ വലിയ വലിയ തിയറംസ് ഒക്കെ നമ്മൾ പറയും. ഇപ്പോൾ ലോ ഓഫ് റിലേറ്റിവിറ്റി, E=mc² എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന പോലെ അക്കൗണ്ടിങ് ആണ് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏത് കമ്പനിയാണ് വർത്തി കമ്പനി അല്ലെങ്കിൽ റിച്ച് കമ്പനി ഏതാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമുക്കിതിനെ കമ്പയർ ചെയ്യാനൊക്കെ അക്കൗണ്ടിങ് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാം. ഇനി സത്യത്തിൽ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുമ്പോൾ, നമ്മളിന്ന് കാണുന്ന ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമുക്കുണ്ട്. അത് 14th സെഞ്ച്വറിയിൽ, 14ാം നൂറ്റാണ്ടിൽ ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദി, ലൂക്ക പാസിയോളി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് അക്കൗണ്ടൻസി, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ് എന്ന് നമുക്ക് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും അധിക ക്ലാസ്സുകൾ നമ്മൾ ആദ്യം പറയാൻ ശ്രമിക്കാറുള്ളത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് നൽകുന്നൊരു മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനിഷൻ എഴുതിക്കൊണ്ട് തുടങ്ങാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്സ്, accounting is the art of recording, classifying and summarizing in a significant manner and in terms of money. എന്ത്
ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ആ ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. പിന്നീട് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇത്രയാണ് അതിൻ്റെ ഡെഫിനീഷൻ. കുട്ടികളെ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡെഫിനീഷനാണ്. അക്കൗണ്ടൻസിനെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന ഒരു ഡെഫിനീഷൻ കൂടിയാണെന്നുള്ളതാണ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് മുഴുവൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ഹാഫ് ഇയർലി വരെയുള്ള മിഡ് ടേം വരെയുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഇത് ഇങ്ങനായിരുന്നു ആ ഡെഫിനീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാലും ഫോർ ദ ടൈം ബീങ് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഇത് പറയുന്നത് ഇങ്ങനെയാണ്: അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. അത്രയും വരെ പറയാം. പിന്നെ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ പ്രത്യേകതകളാണ് പിന്നീട് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആ ഡെഫിനേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അവിടെ പറയുന്നത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെ എങ്ങനെ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് റെക്കോർഡിംഗ് ആണ്. സോ ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. ഇവിടെ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ചാപ്റ്ററാണ് ജേണലാണ്. ഫസ്റ്റ് ഡാറ്റ എൻട്രിയിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലേക്കാണെങ്കിൽ ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിലാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡാറ്റ അതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ആ എൻട്രി പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ആ എൻട്രി പ്രോസസ്സ് ചെയ്യുന്നത് എന്തിലൂടെയാണെന്നൊക്കെ ജേർണലിലൂടെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. അതിനെ അമേരിക്കൻ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് വിളിച്ചിട്ടുള്ളത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. എനിക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ട് വിളിക്കാൻ ഇഷ്ടമുള്ളത് ഇറ്റ്സ് എ സയൻസ് ഓഫ് റെക്കോർഡിംഗ് ആണ്. വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷെ നമുക്ക് അവരുടെ ഡെഫിനിഷൻ തന്നെ പഠിക്കാം. സോ വാട്ട് ഇറ്റ് സേസ്, ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ്, ഒന്ന് പറഞ്ഞു നോക്കിയേ, ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിങ്ങോടുകൂടി അവസാനിക്കുന്നില്ല. റെക്കോർഡിംഗ്, ക്ലാസിഫൈ, അടുത്ത ചാപ്റ്റർ വരുന്നത്. ജേണൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഡ്ജറാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ക്ലാസിഫൈ ചെയ്യേണ്ടത്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ത്രൂ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ അക്കൗണ്ട്സിലൂടെയാണ് ചെയ്യുന്ന. ആ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കും. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഈ സംഗതികൾ റെക്കോർഡിംഗ് ആണെങ്കിലും ക്ലാസിഫിക്കേഷൻ സമ്മറൈസിങ് ഒക്കെ ചെയ്യുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ്. ഇനി എന്താണ് കോമൺ ആയിട്ട് പറയുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യപ്പെടുന്നതൊക്കെ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് പറയാം. ട്രാൻസാക്ഷൻസ് ഇടപാടുകളാണ്. അതിൻ്റെ പ്രത്യേകത ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. അതിനൊരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. പിന്നീട് പറയുന്നത് ആൻഡ് ഫൈനലി ദ ഫംഗ്ഷൻ പറയുന്നത് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമല്ല അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഈ രീതിയിൽ നമ്മളതിൻ്റെ റിസൾട്ടിനെ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ശ്രമം കൂടി അക്കൗണ്ടിങ്ങിൽ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഡെഫിനീഷൻ കംപ്ലീറ്റ് പിക്ചർ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് തരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനെയും എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് നൽകിയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആയ ഡെഫിനിഷനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നോട്ടിലും ഈ ഒരു ഡെഫിനിഷൻ എഴുതിയിടാം. ഇതായിരിക്കട്ടെ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. മറ്റ് ടോപ്പിക്കുകളായിട്ട് ഇനിയുള്ള ടോപ്പിക്കുകൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.